കെട്ടിപ്പടുത്ത രാഷ്ട്രീയ പ്രതിച്ഛായയും ജനപ്രിയ അവകാശവാദങ്ങളും ഒരൊറ്റ ബജറ്റ് പ്രഖ്യാപനത്തോടെ തകർന്നടിയുന്ന കാഴ്ചയാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. പറഞ്ഞു വരുന്നത് മറ്റാരെയും പറ്റിയല്ല, കേരളത്തിലെ ചിരിക്കുന്ന പൂക്കി മുഖ്യമന്ത്രിയെ പറ്റിയാണ്. വിപ്ലവകരമെന്ന് സ്വന്തം അണികളെ കൊണ്ട് പുകഴ്ത്തിച്ച് കന്നി ബജറ്റ് ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി വെട്ടിക്കുറച്ചതിലൂടെ വലിയൊരു സാമ്പത്തിക മാന്ത്രികനാകാൻ ഇറങ്ങിപ്പുറപ്പെട്ട മുഖ്യമന്ത്രിക്ക് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെയായിരുന്നില്ല. എന്തായാലും അന്ന് ആ ഒരു മദ്യനയത്തിൽ സ്വീകരിച്ച നിലപാട് മുഖ്യമന്ത്രി സതീഷിന് വീണ്ടും തിരിച്ചടിയാവുകയാണ്. എന്തായാലും മലക്കം മറിഞ്ഞ മുഖ്യമന്ത്രിയുടെ പഴയൊരു വീഡിയോ കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ. 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും. 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. പൂക്കി മുഖ്യമന്ത്രിയുടെ കുറുമ്പിച്ചിരി കൂടുന്നുണ്ട്. ഇനി ആരും അറിയാതിരുന്ന അതീവ രഹസ്യമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഈ ഒരു നികുതി ഇളവ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. സ്വന്തം മന്ത്രിസഭയിലെ എക്സൈസ് മന്ത്രി എം ലിജുവിനെ പോലും അന്ധകാരത്തിൽ നിർത്തിയാണ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ധനവകുപ്പ് ഈ കോടികളുടെ ഇളവ് നൽകാനുള്ള ഫയൽ തിടുക്കത്തിൽ പാസാക്കിയത്. എന്നാലും ഒറ്റയ്ക്കാക്കിയത് ശരിയായില്ല. എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് വലിയ കയ്യടി നേടാമെന്നായിരുന്നു സതീഷിന്റെ കണക്കുകൂട്ടലെങ്കിലും കാര്യങ്ങൾ കൈവിട്ടുപോയി. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം എന്ന മട്ടിൽ എക്സൈസ് മന്ത്രി എം ലിജുവിനെ പോലും ഇരുട്ടിൽ നിർത്തി കോടികളുടെ നികുതി ഇളവ് പ്രഖ്യാപിച്ച വി.ഡി. സതീശന് ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ആരും തിരിഞ്ഞു നോക്കാനില്ല എന്ന അവസ്ഥയാണ്. മാത്രമല്ല, ഇതറിഞ്ഞ എം ലിജു ഒന്ന് പൊട്ടിക്കരഞ്ഞു എന്നാ അറിഞ്ഞത്. കരഞ്ഞു എന്നല്ല, ഏറെക്കുറെ അങ്ങനെയൊക്കെ. എന്തായാലും അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം. മദ്യനയത്തിൽ മാറ്റമുണ്ടാവും. അത് LDF ഗവൺമെന്റിന്റെ മദ്യനയമല്ലല്ലോ പുതിയ UDF ഗവൺമെന്റ്. അത് പക്ഷേ ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ ചർച്ചകളിലൂടെ ബജറ്റിന് ശേഷം അത്തരം ചർച്ചകൾ ആരംഭിക്കും. അത് UDF-ൽ ചർച്ചകൾ ഉണ്ടാവും, പാർട്ടിക്കുള്ളിലുണ്ട്. അതോടൊപ്പം ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരുമായി ചർച്ച നടത്തി കേരളത്തിന് പ്രയോജനപ്രദമാകുന്ന, കേരള സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു നയമായിരിക്കും UDF ആവിഷ്കരിക്കും. സംഭവം പുറത്തായതോടെ കഥയാകെ മാറിക്കഴിഞ്ഞു. ഒരു പ്രമുഖ വിദേശ മദ്യ കമ്പനിയെ വഴിവിട്ട് സഹായിക്കാനാണ് സതീശൻ ഈ ഒരു കടുങ്കൈ ചെയ്തത് എന്ന് ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയതോടെ മുഖ്യമന്ത്രി സ്വന്തം പാളയത്തിൽ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. അഴിമതിക്കെതിരെ വാതോരാതെ സംസാരിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രിക്ക് നേരെ സ്വന്തം വകുപ്പിൽ നിന്ന് തന്നെ അഴിമതിയുടെ അസ്ത്രങ്ങൾ പാഞ്ഞെടുക്കുന്നത് ശരിയാണോ? പക്ഷെ അങ്ങനെ ചെയ്തു. ഹൈക്കമാൻഡ് തനിക്ക് കാവലാളാകും എന്ന് കരുതിയിരുന്ന സതീശന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം വലിയൊരു ഇരുട്ടടിയായിട്ട് മാറി. പൊതുസമൂഹത്തിന്റെ ആശങ്കകൾ പാർട്ടിക്ക് കാണാതിരിക്കാൻ കഴിയില്ല എന്നും ഈ തീരുമാനം കർശനമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും പറഞ്ഞ് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയെ പരസ്യമായിട്ട് തന്നെ ഏറിലിരുത്തി. മദ്യനയത്തിന്റെ കാര്യത്തിലായാലും ധാതുമണലിന്റെ കാര്യത്തിലായാലും ചില ആശങ്കകൾ വരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. മാത്രമല്ല, ഒരു പോളിസി ഡിസിഷൻസ് ഏതായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗവൺമെന്റ് തീരുമാനങ്ങളിലെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിക്കകത്തും ചർച്ചയുണ്ടാവും. ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു ഗവൺമെന്റ് വന്നു, ഗവൺമെന്റ് വരുമ്പോൾ ആ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം എത്രയോ നല്ല പ്രഖ്യാപനങ്ങൾ ആ ബഡ്ജറ്റിലുണ്ടായി. ജനങ്ങൾ കാത്തിരുന്ന ഒരുപാട് നല്ല പ്രഖ്യാപനങ്ങളുണ്ടായി. ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ എത്ര നല്ല കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തു. അപ്പോൾ ഏതെങ്കിലും ഭാഗത്തെ ചില ആശങ്കകൾ അതും കൂടെ ദൂരീകരിച്ചു പോകാമെന്ന് മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് മുന്നിലുള്ള കാര്യം. എന്തായാലും KC വേണുഗോപാൽ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയും. അതിനി വി.ഡി. സതീശനായാലും ശരി തന്നെ. UDF ഭരണം വന്നാൽ എല്ലാം ശരിയാകുമെന്ന് കരുതിയിരുന്ന സാധാരണക്കാരായ അണികൾക്ക് മുന്നിൽ ആദ്യ ബജറ്റിൽ തന്നെ മദ്യ കമ്പനികൾക്കായിട്ട് വാതിൽ തുറന്നിട്ട മുഖ്യമന്ത്രി എന്ന പരിഹാസ പേര് ഇപ്പോൾ വി.ഡി. സതീശൻ തനിയെ ചുമക്കേണ്ട അവസ്ഥയിലാണ്. ന്യായീകരിക്കാൻ ആരുമില്ല. സ്വന്തം കസേരയ്ക്ക് ചുറ്റും വിവാദങ്ങളുടെ തീ പടരുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇത് കനത്ത പരീക്ഷണ ഘട്ടമാണ്. അല്ല, ഇതിൽ രമേശ് ജി എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. രമേശ് ജി നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറിയെന്നാ കേൾക്കുന്നത്. തൂഫാനിൽ പറന്ന് നടക്കുന്ന രമേശ് ജിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അത് ഞങ്ങൾ ബഡ്ജറ്റ് കാര്യങ്ങൾ അതീവ രഹസ്യമാണ്, അതിനെപ്പറ്റി എനിക്ക് ഒന്നും അറിയില്ല എന്നായിരുന്നു രമേശ് ജി പറഞ്ഞത്. എന്തായാലും രമേശ് ജി കൂടി പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. ബഡ്ജറ്റ് രഹസ്യമാണ്, ടാക്സ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യുന്നത്. അത് മറ്റാരെങ്കിലുമായിട്ട് പങ്കുവെച്ചാൽ ബഡ്ജറ്റ് ലീക്കാണ്, ബഡ്ജറ്റ് പുറത്തു വരികയാണ്.
അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. അതാണ് എന്റെ പ്രശ്നം. പിന്നീട് അതാണ് രീതി. അതാണ് അല്ല, ഞാൻ ഒരു മദ്യത്തിനും മാർക്കറ്റ് വരുന്നതിന് അനുകൂലമല്ല. അതല്ല വിഷയം. വളരെ തന്ത്രപരമായിട്ട് കൈ കഴുകി വിവാദക്കടലിൽ സതീശനെ തനിച്ചാക്കിയിട്ട് രമേശ് അങ്ങ് മുങ്ങി. മുന്നണിയിൽ പ്രശ്നമില്ല എന്ന് പുറമേക്ക് പറയുമ്പോഴും സതീശൻ തനിയെ അനുഭവിക്കട്ടെ എന്ന ഭാവമാണ് മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക്. അല്ലേ? അങ്ങനെ ആയിരിക്കും. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടുപോയി. ഇതിനിടയിലാണ് മുന്നണിയിലെ വലിയ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്. UDFന്റെ അടിസ്ഥാന മദ്യനയങ്ങൾക്ക് വിരുദ്ധമാണ് ഈ പ്രഖ്യാപനമെന്ന് ലീഗ് കടുത്ത ഭാഷയിൽ വ്യക്തമാക്കി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ മുഖ്യമന്ത്രി സ്വന്തം ഇഷ്ടപ്രകാരം തിരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാനില്ല എന്ന ലീഗിന്റെ അന്ത്യശാസനം സതീശന്റെ കസേരയുടെ അടിത്തട്ട് ഒന്നുകൂടി ഇളക്കിമറിച്ചു. പാർട്ടിയിലെ മുതിർന്ന നേതാവും VM സുധീരൻ ഒട്ടും സമയം കളയാതെയാണ് മുഖ്യമന്ത്രിക്ക് നേരെ അച്ചടക്ക പ്രഹരവുമായിട്ട് രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ മദ്യവിരുദ്ധ വാഗ്ദാനങ്ങൾ ലംഘിച്ച് സതീശൻ ജനങ്ങളെ വഞ്ചിച്ചുവെന്നും ഈ ഒരു കോർപ്പറേറ്റ് പ്രീണനം UDFന്റെ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്നും ചൂണ്ടിക്കാട്ടി സുധീരൻ അയച്ച കത്ത് മുഖ്യമന്ത്രിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഒന്ന് പെട്ടു. ലോട്ടറി അടിച്ച ഭാവത്തിലാണ് LDFന് ഈ ഒരു കാര്യം. വിദേശ മദ്യ കമ്പനിയായിട്ടുള്ള ബക്കാഡിയെ സഹായിക്കാൻ ധനവകുപ്പ് വഴി സതീശൻ നടത്തിയ ഈ ഒരു രഹസ്യ ഓപ്പറേഷൻ സഭയ്ക്കകത്തും പുറത്തും വലിയ അഴിമതിയായിട്ടാണ് അവർ കൊട്ടി ആഘോഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. എന്തായാലും രാഷ്ട്രീയ നേതാക്കൾക്ക് പുറമെ സാമുദായിക സംഘടനകളുടെ നോട്ടപ്പുള്ളിയായിട്ട് മുഖ്യമന്ത്രി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സംഘടനകളും പ്രമുഖ മുസ്ലിം സംഘടനകളും സർക്കാരിന്റെ ഈ ഒരു മദ്യപ്രമേയത്തിനെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്നതോടെ പൂക്കിയുടെ ചിരി ചെറുതായിട്ട് മങ്ങിത്തുടങ്ങി. കോൺഗ്രസ് ഹൈക്കമാൻഡും KC വേണുഗോപാലും വിഷയം ഗൗരവമായിട്ട് എടുത്ത സ്ഥിതിക്ക് വരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ തീരുമാനം തിരുത്താൻ മുഖ്യമന്ത്രി നിർബന്ധിതനാകും എന്നതാണ് സൂചന. തന്റെ പിടിവാശികൾ മുന്നണിയുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ നാണം കെട്ട ഒരു പിന്മാറ്റത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്താ ചെയ്യുക? അതേ ചെയ്യാൻ വഴിയുള്ളൂ. മറ്റുള്ളവരുടെ അഴിമതിക്കെതിരെ സഭയിൽ വാതോരാതെ ക്ലാസ് എടുക്കാറുള്ള സതീശൻ സ്വന്തം വകുപ്പുകൾ വഴി കോടികളുടെ അഴിമതി ആരോപണത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ തിരിച്ചടിയാണ്. ക്ലീൻ ഇമേജ് എന്ന അഹങ്കാരമാണ് ഇവിടെ തകർന്നടിയുന്നത്. ഇനി എന്ത് പറയണം എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ പൂക്കി മുഖ്യമന്ത്രിക്കുള്ളത്. എന്തായാലും പൂക്കി മുഖ്യമന്ത്രിയുടെ ചിരി മാറി തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അറിയാം എടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമോ അതോ പിന്നോട്ട് പോകുമോ എന്നുള്ളത്.